ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സെയിൽ പ്ലാന്റ് ആണ് ഇതിൽ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന കാരണം ഇപ്പോൾ സെയിൽ ഇല്ലാത്തവർക്ക് എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷം തൊട്ട് നമുക്ക് ഇപ്പോൾ വീഡിയോ ഇട്ട് പോകാം. സെയിൽ തുടങ്ങാൻ ഇച്ചിട്ട് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയും അതിൻ്റെ കെയറും പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടുമുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്ന കുറച്ച് പൂക്കളും അതിൻ്റെ കാഴ്ചകളും ആയിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച് വച്ചേക്കുന്ന പ്ലാന്റ് ആണ്. കൂടുതൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മില്യൺ ബെൽസ് എന്നാണ്. മറ്റൊരു നെയിം എന്ന് പറയുന്നത് കാലിപ്രോക്കിയോ എന്നാണ് കേട്ടോ. വെല്ല് പോലെ ഇരിക്കുന്നത് കാരണമാണെന്ന് തോന്നുന്നു ഇതിന് ഈ പേര് വന്നതെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ വേഗം ഇൻഫെക്റ്റ് ആവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ നമ്മൾ സൂക്ഷിച്ച് നിർത്തിയില്ലെങ്കിൽ വേഗം ഇൻഫെക്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റേ പ്ലാന്റുകൾക്ക് പടർന്ന് പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എപ്പോഴും മെഡിസിനിൽ നിർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ട്. എപ്പോഴും ഇങ്ങനെ ഭംഗിയായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല രസമല്ലേ അതിൻ്റെ ആ ഫ്ലവർ കാണാൻ വേണ്ടി. സെക്കൻഡ് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ ബോൾസം പ്ലാന്റ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ നമുക്ക് ലാൽബാഗിൽ നിന്ന് എനിക്കൊരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാ പ്രശ്നമായി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊക്കോ പീറ്റിലായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. കുറച്ച് കൊക്കോ പീറ്റും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മണ്ണിൽ നട്ടിട്ടുണ്ടായി. പക്ഷെ വെള്ളം കൂടിയോ എന്നറിയത്തില്ല, അങ്ങനെ എനിക്ക് നശിച്ചു പോയി. ഇപ്പം എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാ കേട്ടോ. അതേപോലെ എനിക്ക് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസാന്തമോ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ കുറേ കളേഴ്സ് ഇപ്പം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്കിലും ശരിയായി വരണേന്ന് കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കവറിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. മേടിച്ച് വെച്ച് 1 മാസമായി കവറിൽ തന്നെ വെച്ചിട്ട് അവിടെ തന്നെ നിന്ന് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചട്ടിയിലോട്ട് മാറ്റിയാൽ എന്നാ അവസ്ഥയാണെന്നൊന്നും അറിയത്തില്ല. ഞാനത് മാറ്റി വെച്ച് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് പൂക്കളോട് കൂടി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡബിൾ പെറ്റൽ പെറ്റൂണിയാണ്. ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റ് എൻ്റെ അടുത്ത് കുറേ മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പൂക്കളോടുകൂടി നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് പോലെ നിർത്തിയിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് എന്നാന്ന് അറിയത്തില്ല കേട്ടോ. അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് വെള്ളം കൂടിയത് കൊണ്ടായിരിക്കും. അതിൽ നിന്ന് ഞാനൊരു ചെടിയെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അതിനെ ഞാൻ വേറൊരു പോട്ടിലേക്ക് മാറ്റിയത് കൊണ്ടാട്ടോ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ റോസാ പ്ലാന്റ്, ഇത് നമ്മുടെ ഏവർക്കും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണല്ലോ. നമ്മുടെ സ്ഥിരം അടിപൊളി പ്ലാന്റുകളിലൊന്നാണ് നമ്മുടെ റോസ് പ്ലാന്റ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കടലാസ് പ്ലാന്റ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് പടർന്നു പോകുന്നത് കാരണം നമുക്ക് നിർത്താനുള്ള സ്ഥലമില്ല. പിന്നെ ഇപ്പോൾ ഒക്കെ വെട്ടി നിർത്താൻ പറ്റുന്നത് കാരണം ഞാനൊന്ന് മേടിച്ചേക്കുന്ന കേട്ടോ. 2-3 പ്രാവശ്യം ഞാൻ മേടിച്ച് വെച്ചു. എൻ്റെ അമ്മ കൊണ്ടുപോയി കേട്ടോ. അത് കാരണം ഞാനിപ്പോൾ ഇതിൻ്റെ കളർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് കാരണം ഞാനൊന്ന് മേടിച്ച് വെച്ചു കേട്ടോ. ഇതും നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ഡബിൾ പെറ്റൽ ബോൾസം പ്ലാന്റ് ആണ് കേട്ടോ. ഇതും വരുന്നില്ല. അപ്പോൾ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഈ 2 പ്ലാന്റും അമ്മ തന്നെ എനിക്ക് ആ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത്, അതായത് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ബോൾസം പ്ലാന്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഭംഗിയിൽ ഒരുപാട് കളർ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ ഇവിടെ വന്ന ശേഷം ഇത് കിട്ടാൻ വഴിയില്ല. ഇപ്പം പിന്നെ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. പതിയെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ബൈ.